സർക്കിള് ABC എന്നൊരു ട്രയാങ്കിളും ഉണ്ട്. ഓക്കെ, സർക്കിൾ സെന്റർ ആണ് ഏത്? O. ചോദ്യമാണ് പ്രൂവ് ദാറ്റ് ആംഗിൾ OAC ഈ ആംഗിൾ പ്ലസ് ആംഗിൾ ABC ഈ ആംഗിൾ ഉണ്ടോ? ഈ രണ്ട് ആംഗിളോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? 90 ഡിഗ്രി ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് OAC എന്ന് പറയുന്ന ആംഗിൾ കണ്ടല്ലോ നിങ്ങള്, OAC പ്ലസ് ആംഗിൾ ABC കണ്ടല്ലോ, ആംഗിൾ ABC. ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് വരണം? 90 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. തുടങ്ങാം. ഓക്കെ, നമ്മൾ ആദ്യം ജോയിൻ OC നമ്മൾ ആദ്യം ചെയ്തു. ജോയിൻ OC ആദ്യ വരി അതാണ് ജോയിൻ OC നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ? ജോയിൻ OC ചെയ്തപ്പോഴത്തേക്ക് ട്രയാങ്കിൾ AOC കണ്ട നമ്മൾ OC ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ട്രയാങ്കിൾ AOC. ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് നമുക്ക് എത്ര അറിയാമോ? അറിയില്ല. അപ്പൊ നമുക്ക് ആംഗിൾ OAC നമുക്ക് X എന്ന് കൊടുക്കാം. ഇവിടെ X ആണെങ്കിൽ ഇവിടെ X ആവും. എന്തുകൊണ്ട്? OAയും റേഡിയസ് ആണ്, OCയും റേഡിയസ് ആണ്, അല്ലേ? ഈ രണ്ട് വശങ്ങൾ തുല്യമല്ലേ? കാര്യം എന്താ? അത് രണ്ടും റേഡിയസ് ആണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ആംഗിൾ OAC എത്ര ഡിഗ്രി ആണോ അത് തന്നെ ആയിരിക്കും ആംഗിൾ OCA. ഓക്കെ, അപ്പൊ ജോയിൻ OCയില് ഈ ട്രയാങ്കിൾ AOC എന്ന ട്രയാങ്കിൾ OC നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് മേക്ക് ചെയ്തു? AOC എന്ന ട്രയാങ്കിൾ അവിടെ മേക്ക് ചെയ്തു. ആ ട്രയാങ്കിളില് OAയും OCയും ഈക്വൽ. OA is equal to OC, അല്ലേ? OA is equal to OC. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഏതൊക്കെ ആംഗിൾ ഈക്വൽ ആയിരിക്കും? ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ therefore ആംഗിൾ OAC is equal to ആംഗിൾ OCA is equal to ഞാൻ X എന്ന് സങ്കല്പിച്ചു. ഓക്കെ, അപ്പൊ ആംഗിൾ OACയും ആംഗിൾ OCAയും ഞാൻ എന്ത് കൊടുത്തു? X. ദാറ്റ് മീൻസ് ഇവിടെ എത്ര ഡിഗ്രി ആണോ ഇവിടെ X ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? X ആയിരിക്കും. എന്തുകൊണ്ട് അത് രണ്ടും X ആയി? ഈ രണ്ട് സൈഡുകൾ തുല്യമാണ്, അല്ലേ? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആൾവേസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ, സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ X ആണെങ്കിൽ ഇവിടെയും X. തിരിച്ചു പറഞ്ഞാൽ ഇവിടെ X ആണെങ്കിൽ ഇവിടെയും X. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആംഗിൾ X കിട്ടി. അപ്പൊ ട്രയാങ്കിളിലെ ഈ 3 ആംഗിളോടെ സം ചെയ്യുമ്പോൾ 180 വരണ്ടേ? അപ്പൊ രണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ therefore ആംഗിൾ AOC is equal to തേർഡ് ആംഗിൾ ആയ therefore ആംഗിൾ AOC is equal to തേർഡ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് അറിയാവുന്ന രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ 180 മൈനസ് ചെയ്യുക. അങ്ങനെയാണല്ലോ. അപ്പൊ ആംഗിൾ AOC is equal to 180 minus X plus X is equal to 180 minus 2X, അല്ലേ? അപ്പൊ ആംഗിൾ AOC നമുക്ക് എത്ര കിട്ടി? 180 മൈനസ് 2X എന്ന് കിട്ടി. ഈ തേർഡ് ആംഗിളും കിട്ടി, AOC എന്ന ഈ ആംഗിളും കിട്ടി. ഇത് നിങ്ങൾ ഈ AOC എന്ന് പറയുമ്പോൾ ഇപ്പോഴെ കണ്ടുപിടിച്ച 180 മൈനസ് 2X എന്ന ആംഗിൾ നോക്കുക, ആംഗിൾ B നോക്കുക. ഈ രണ്ട് ആംഗിളും ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആർക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ഇത്, അല്ലേ?
അപ്പൊ AOC എത്ര, ഈ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കൂലേ ആംഗിൾ ബി അല്ലേ? അപ്പൊ AOC എന്ന് പറയുന്ന ഈ സെൻട്രൽ ആംഗിൾ കിട്ടിയത് 180 മൈനസ് 2x ആണ്. ഈ 180 മൈനസ് 2x ന്റെ ഹാഫ് ആണ് ആംഗിൾ ബി. അപ്പൊ therefore ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ഏതിന്റെ ഹാഫ്? ആംഗിൾ AOC ബൈ 2 ഹാഫ് അല്ലേ? ഈസ് ഈക്വൽ ടു ആംഗിൾ AOC എത്രയാണ്? 180 മൈനസ് 2x ബൈ എത്ര? 2 ഈസ് ഈക്വൽ ടു 180 മൈനസ് 2x. ഈ രണ്ട് ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 180 ബൈ 2 90 മൈനസ് 2x ബൈ 2 മൈനസ് x. അപ്പൊ ആംഗിൾ ബി എന്തായി? 90 മൈനസ് x. അപ്പൊ ഏതിന്റെ അളവ് കിട്ടി? ആംഗിൾ OAC നമ്മൾ ലെറ്റ് ചെയ്തത് x എന്നാണ്. നമുക്ക് ആംഗിൾ ബി എത്രയെന്ന് കിട്ടി? 90 മൈനസ് x എന്ന് കിട്ടി. ഇനി നമുക്ക് അവ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തൊക്കെ കിട്ടി? OACയുമായി ABCയുമായി. ABC മീൻസ് ആംഗിൾ ബി അല്ലേ? അപ്പൊ therefore ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC is equal to, ഇവിടെ ആംഗിൾ ബി ഉദ്ദേശിക്കുന്നത് ആംഗിൾ ABC ആണ്. ഓക്കെ, ആംഗിൾ ABC. ഓക്കെ, ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC is equal to ആംഗിൾ OAC നമുക്ക് എന്താ എടുത്തത്? ആംഗിൾ OAC x പ്ലസ് നമുക്ക് ABC എന്ത് കിട്ടി? 90 മൈനസ് x അല്ലേ? is equal to ഈ പ്ലസ് എക്സ് മൈനസ് എക്സും ക്യാൻസൽ ആയി പോയില്ലേ? പ്ലസ് എക്സ് മൈനസ് എക്സും ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയുണ്ട്? 90. അപ്പൊ ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC is equal to എത്ര കിട്ടി? 90. ഓക്കെ, പ്രൂവ്ഡ് ആയില്ലേ? ഓക്കെ, മനസ്സിലായോ? ചോദ്യം എന്തായിരുന്നു? ഒന്നുകൂടെ പറയാം. ചോദ്യം പടം ഇത്ര ഉള്ളായിരുന്നു. ഇതായിരുന്നു ചിത്രം. ഇതില് OAC എന്ന് പറയുന്ന ഈ ആംഗിള് ഉണ്ട്. ഈ ആംഗിള് OAC ഇവിടെ, ആംഗിൾ ABC ഈ ആംഗിള്, ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? 90 എന്നായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ ആ പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം ജോയിൻ OC നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്തു. OC അങ്ങോട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ OC ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഒരു ട്രയാങ്കിൾ AOC മേക്ക് ചെയ്തു. AOC എന്ന ട്രയാങ്കിൾ ഉണ്ടായില്ലേ? ഉണ്ടായി. ആ AOCയിൽ OAയും റേഡിയസ് ആണ്, OCയും റേഡിയസ് ആണ്. അത് ഈ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ആണ്. OA is equal to OC. രണ്ട് റേഡിയസ് ആണല്ലോ, രണ്ട് ഈക്വൽ ആണ്. അങ്ങനെ രണ്ട് സൈഡ് ഈക്വൽ ആയി എന്ത് സംഭവിക്കും? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ് ഇത് രണ്ടാണ് ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കാണ് ആംഗിൾ OACയും ആംഗിൾ OCAയും. ആംഗിൾ OACയും ആംഗിൾ OCAയും അത് രണ്ട് ഈക്വൽ ആണ്. ഞാൻ അതിന് എക്സ് എന്ന് കൊടുത്തു. അപ്പൊ രണ്ട് ആംഗിളും എന്തായി? എക്സ് ആയി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാംഗിൾ രണ്ട് ആംഗിൾ കിട്ടിയാൽ ഈ ട്രയാംഗിളിലെ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റൂലേ നമുക്ക് അല്ലേ? അപ്പൊ എവിടെയൊക്കെ എക്സ് ആയിരുന്നു? ഇവിടെയും എക്സ് ആയിരുന്നു, ഇവിടെയും എക്സ് ആയിരുന്നു. രണ്ട് ആംഗിൾ കിട്ടി. രണ്ട് ആംഗിൾ കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാം. തേർഡ് ആംഗിൾ കാണുന്നത് എങ്ങനെയാണ്? ആംഗിൾ AOC കാണുന്നത് എങ്ങനെയാണ്? 180 നിന്ന് ഈ രണ്ട് എക്സ് ആംഗിൾ ആഡ് ചെയ്യണം, അത് മൈനസ് ചെയ്യണം. അപ്പൊ 180 മൈനസ് എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 2x. ഓക്കെ, അപ്പൊ ആംഗിൾ AOC കിട്ടി. ഇനി AOC എന്ന് പറയുന്ന ഈ ആംഗിൾ നോക്കുക, ആംഗിൾ ABC നോക്കുക. തൊട്ടും നമ്മൾ പഠിച്ചു AOC എന്ന് പറയുന്ന ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിൾ ABC അല്ലേ? ആംഗിൾ AOCയുടെ ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണല്ലോ അതിന് ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളിന്റെ മെഷർമെന്റ് അല്ലേ? അപ്പൊ ആംഗിൾ AOCയുടെ ഹാഫ് ആണ് ആംഗിൾ B. അപ്പോൾ ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ AOCയുടെ ഹാഫ് മീൻസ് ബൈ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ AOC നമുക്ക് എത്ര കിട്ടി? 180 മൈനസ് 2x ബൈ 2. 180 മൈനസ് 2x എങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും? ഈ 2 ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് പദങ്ങളെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 180 മൈനസ് 2 90 മൈനസ് 2x ബൈ 2x. അപ്പൊ എത്ര കിട്ടി? 90 മൈനസ് x. therefore ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു OAC ഏതായിരുന്നു? OAC x ആയിരുന്നു,
പ്ലസ് എ ബി സി നമുക്ക് എത്ര കിട്ടി? 90 മൈനസ് എക്സ് കിട്ടി. ഈ പ്ലസ് എക്സ് മൈനസ് എക്സും ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര കിട്ടി? 90. അവിടെ ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടിയപ്പോൾ എന്തായി? പ്രൂവ്ഡ് ആയി. ഓക്കെ, സർക്കിള് എ ബി എന്നൊരു കോഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സി ഡി എന്ന അണ്ടർ കോഡ്. ചിത്രത്തില് എ ബി ഒരു കോഡ്, ആ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് സി ഡി. ഓക്കെ, പെർപെൻഡിക്കുലർ മീൻസ് പരസ്പരം ലംബമാണ്. ഇവിടെ പി ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്. ചോദ്യം ഇതാണ്, ആർക്ക് എ പി ഡി എന്ന് പറയുന്ന ഈ ആർക്കും ബി ക്യു സി ഓക്കെ, ബി ക്യു സി എന്ന് പറയുന്ന ഈ ആർക്കും ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സെമി സർക്കിൾ ആകും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഏതൊക്കെ ആഡ് ചെയ്യുമ്പം? ആർക്ക് എ പി സി ആണ്, ആർക്ക് എ പി സി പ്ലസ് ആർക്ക് ബി ക്യു സി is equal to semicircle. ഈ രണ്ട് ആർക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സെമി സർക്കിൾ ആകുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. സെമി സർക്കിൾ മീൻസ് എത്ര ഡിഗ്രിയാണ്? 180 അല്ലേ? സർക്കിൾ ആകുമ്പോൾ 360, സെമി സർക്കിൾ ആകുമ്പോൾ അതിന്റെ പകുതി എത്ര? 180 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് എ സി ആദ്യം ജോയിൻ ചെയ്യണം. ജോയിൻ എ സി എഴുതുക. ജോയിൻ എ സി ജോയിൻ ചെയ്തു. എ സി ജോയിൻ ചെയ്തപ്പോൾ നോക്കണേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തതാണ്. ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ പേര് കൊടുക്കാം, ആർ എന്ന് പേര് കൊടുക്കാം. ട്രയാങ്കിൾ എ ആർ സി കണ്ടോ നിങ്ങള്? ട്രയാങ്കിൾ എ ആർ സി. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ആർ സി എന്ന് പറയുന്ന ട്രയാങ്കിളില് ഒരു ആംഗിൾ 90 ഉണ്ട്. ബാക്കിയുള്ള ഈ രണ്ട് ആംഗിളിന്റെയും കൂടെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ആയിരിക്കും. കാര്യം ട്രയാങ്കിളിലെ 3 ആംഗിളിന്റെയും കൂടെ സം എത്ര? 180. അത് ഒരു ആംഗിൾ 90 പോയാൽ ബാക്കി രണ്ട് ആംഗിളിന്റെയും കൂടെ സം എത്രയാണ്? 90 ആണ്. അപ്പൊ ഇവിടെ ആംഗിൾ എ എന്തുണ്ട്? ആംഗിൾ 6 90 എന്ന് ക്വസ്റ്റ്യനിലും ഉണ്ട്. ഈ രണ്ട് കോഡും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 എന്ന് ക്വസ്റ്റ്യനിലും ഉണ്ട്. ബാക്കി ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്ത് വരും? 90 വരും. ടോട്ടൽ 180 ആവും. ഓപ്പൺ. ഇതിൽ ഞാൻ ആംഗിൾ എക്ക് എക്സ് എന്ന് കൊടുത്താൽ therefore ആംഗിൾ സി ഇസ് ഈക്വൽ ടു 90 മൈനസ് എക്സ് എന്ന് വരും. രണ്ട് ആംഗിളിലെ സമ്മാണല്ലോ 90. അത് ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ സി എന്താവും? 90 മൈനസ് എക്സ് ആവും. ഓക്കെ, അപ്പൊ ആംഗിൾ എയുമായി ആംഗിൾ സിയുമായി. ഓക്കെ, ഈ ആർക്ക് ബി ക്യു സി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആർക്ക് ബി ക്യു സി എന്ന് പറഞ്ഞാൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആർക്ക് ബി ക്യു സി ഇസ് ഈക്വൽ ടു ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആർക്കല്ലേ? അപ്പൊ ആംഗിൾ എയുടെ ഡബിൾ അല്ലേ ആർക്ക് ബി ക്യു സി? അപ്പോൾ ആർക്ക് ബി ക്യു ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ. ആംഗിൾ എയുടെ ഡബിൾ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ എക്സ്. അപ്പൊ 2 ഇൻറ്റു എക്സ് 2x. അപ്പൊ ആർക്ക് ബി ക്യു സിയുടെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് എത്രയാണ്? 2x ആണ്. ആർക്ക് ബി ക്യു സിയുടെ ഡിഗ്രി മെഷർ 2x ആണ്. ഓക്കെ, ഇതേപോലെ നമുക്കിനി ആർക്ക് എ പി ഡി കാണാം. ആർക്ക് എ പി ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ സിയുടെ ഡബിൾ ആണ് അല്ലേ? ആർക്ക് എ പി ഡി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ സി ഏതാ? 90 മൈനസ് എക്സ് ആണ്. ആംഗിൾ സി ഏതാണ്? 90 മൈനസ് എക്സ് അല്ലേ? 2 ടൈം ചേർന്ന് വന്നാൽ ബ്രാക്കറ്റ് കൃത്യമായിട്ട് വിടണം.
അപ്പൊ 2 ഇൻറ്റു 90 മൈനസ് എക്സ്. ഓക്കെ, ഇസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 180 മൈനസ് 2x. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. 2 ഇൻറ്റു ആംഗിൾ സി, 2 ഇൻറ്റു ആംഗിൾ സി മീൻസ് 90 മൈനസ് എക്സ്. ഇവിടെ 2 ടേം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 2 ഇൻറ്റു 90 180, 2 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 2x. അപ്പൊ എന്തൊക്കെയായി? ആർക്ക് ബി ക്യു സിയുമായി ആർക്ക് എ പി ഡിയുമായി. ഓക്കെ, ഇനി നമുക്ക് അവ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ആർക്ക് ബി ക്യു സി പ്ലസ് ആർക്ക് എ പി ഡി. is equal to എത്രയാണ് ബി ക്യു സി 2x പ്ലസ് എത്രയാണ് എ പി ഡി 180 മൈനസ് 2x is equal to പ്ലസ് 2x മൈനസ് 2x ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയുണ്ട്? 180. ഇവിടെ ആർക്ക് ബി ക്യു സി പ്ലസ് ആർക്ക് എ പി സി എവിടെ തെറ്റിപ്പോയാ? എ പി സി എ പി ഡി. ആർക്ക് ബി ക്യു സി പ്ലസ് ആർക്ക് എ പി ഡി ഇസ് ഈക്വൽ ടു 180. ഓക്കെ, ചോദ്യം മനസ്സിലായല്ലോ. ആർക്ക് എ പി ഡി എന്ന് പറയുന്ന ആ ആർക്കും ആർക്ക് ബി ക്യു സി എന്ന് പറയുന്ന ഈ ആർക്കും ഏതൊക്കെയാണ്? എ പി ഡിയും ബി ക്യു സിയും. എ പി ഡിയും ബി ക്യു സിയും ഇസ് ഈക്വൽ ടു സെമി സർക്കിൾ അല്ലേ? അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സെമി സർക്കിൾ ആവുന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇത് ജോയിൻ ചെയ്തു, എ സി ജോയിൻ ചെയ്തു. ജോയിൻ എ സി ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇൻ ട്രയാങ്കിൾ എ ആർ സി എന്ന ട്രയാങ്കിൾ കണ്ടോ? എ ആർ സി. ഓക്കെ, ട്രയാങ്കിൾ എ ആർ സിയിൽ ആംഗിൾ ആർ എത്ര ഡിഗ്രി ഉണ്ട്? 90 ഉണ്ട്. കാര്യം ഈ രണ്ട് കോഡും വെച്ചില് പെർപെൻഡിക്കുലർ ആണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 90. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 90. കാര്യം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിന്റെയും കൂടെ സമ്മാണ് 180. ഒരു ആംഗിൾ 90 പോയി, ബാക്കി 2 ആംഗിളിന്റെ സം എന്തായിരിക്കും? 90 ആയിരിക്കും. അല്ല ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയിരിക്കും. ഇനി ആർക്ക് ബി ക്യു സി എന്ന് പറഞ്ഞാൽ ബി ക്യു സി എന്ന് പറയുന്ന ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ മെഷർമെന്റ് 2 ഇൻറ്റു ആംഗിൾ എ. ആംഗിൾ എയുടെ ഡബിൾ ആണല്ലോ ബി ക്യു സി. 2 ഇൻറ്റു ആംഗിൾ എ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ഏതാ? എക്സ്. 2 ഇൻറ്റു എക്സ് 2x. ഇനി അടുത്തതാ ആർക്ക് എ പി ഡി അല്ലേ? ആർക്ക് എ പി ഡി എത്ര കിട്ടും? ആർക്ക് എ പി ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ സിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ സിയുടെ ഡബിൾ ആണ് എ പി ഡി. അപ്പൊ 2 ഇൻറ്റു ആംഗിൾ സി ഇസ് ഈക്വൽ 2 ഇൻറ്റു ആംഗിൾ സി എന്താ കിട്ടിയിരിക്കുന്നത്? 90 മൈനസ് എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 180 മൈനസ് 2x. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ആർക്ക് ബി ക്യു സിയും ആർക്ക് എ പി ഡി തമ്മിൽ ആഡ് ചെയ്യാം. ആർക്ക് ബി ക്യു സി നമുക്ക് 2x എന്ന് കിട്ടി. ആർക്ക് എ പി ഡി നമുക്ക് എന്ത് കിട്ടി? 180 മൈനസ് 2x എന്ന് കിട്ടി. ഈ 2x ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര? 180. അപ്പൊ ഈ രണ്ട് ആർക്കിനും കൂടെ ആഡ് ചെയ്യുമ്പം എത്ര എന്ന് വരും? 180 എന്ന് വരും. ഓക്കെ, സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളും ഉണ്ട്, ഒരു ക്വാഡ്രിലാറ്ററലും ഉണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഒരു സർക്കിളും ഒരു ക്വാഡ്രിലാറ്ററലും ഉണ്ട്. ഇത് ഞാൻ പേര് കൊടുത്തു എ ബി സി ഡി. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ വെർട്ടെക്സ് ആയ എയും ബിയും സിയും ഡിയും സർക്കിളിലെ 4 പോയിന്റ്സ് ആണ്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സ് സർക്കിളിലെ 4 പോയിന്റ്സ് ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. എന്ത് പറയും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിലെ 4 പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ മേക്ക് ചെയ്താൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ചക്രീയ ചതുർഭുജം എന്ന് പറയും. ചക്രീയ ചതുർഭുജം. ഇങ്ങനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 180 ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180. അപ്പോൾ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ നമുക്കറിയാം ഈ 4 ആംഗിളിന്റെയും കൂടെ സം എത്രയാണ്? 360 ആണ്. അപ്പോൾ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ
അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മം എന്തായിരിക്കും? 180 ആയിരിക്കും. ദാറ്റ് മീൻസ് അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ആയ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മം എത്ര തന്നെയായിരിക്കും? തുക എത്ര തന്നെയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഞാൻ ഇവിടെ എന്ത് വരച്ചൊരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ മീൻസ് ചതുരം. ചതുരമാകുമ്പോഴത്തേക്ക് അതിന്റെ എതിരെയുള്ള 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെയും 90 ആണ്, ഇവിടെയും 90 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് 180 ആയിരിക്കുമല്ലോ. 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കും? സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ റെക്റ്റാങ്കിളിന്റെ 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? സർക്കിൾ വരയ്ക്കാൻ പറ്റും, കഴിയും. അതുപോലെ ഒരു സ്ക്വയർ എടുത്താൽ സ്ക്വയർ ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം? സ്ക്വയർ മീൻസ് സമചതുരം അല്ലേ? ഇവിടെ 90 അല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് 90 അല്ലേ? ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് സം എത്ര? 180. അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് സം എത്ര? 180. 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്താവും? 180 ആവും. എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിന്റെ 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കും? സർക്കിൾ വരയ്ക്കാൻ സാധിക്കും, കഴിയും. അപ്പൊ ഏതിന്റെയൊക്കെ പറ്റും? ഒരു റെക്റ്റാങ്കിളിന്റെ 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന നമുക്ക് എന്ത് വരയ്ക്കാം? സർക്കിൾ വരയ്ക്കാം. ഒരു സ്ക്വയറിന്റെയും 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന നമുക്ക് എന്ത് വരയ്ക്കാം? സർക്കിൾ വരയ്ക്കാം. അതുകൊണ്ട് സ്ക്വയർ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, റെക്റ്റാങ്കിളും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി ഇത് കൂടാതെ മറ്റൊരു രൂപമുണ്ട്, അതാണ് പറയുന്നത് ഐസോസെലസ് ട്രപ്പീസിയം. ഇതാണ് ഐസോസെലസ് ട്രപ്പീസിയം, ആൾസോ ബി എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സമപാർശ്വലംബകം. ഇതാണ് സമപാർശ്വലംബകം, ഒരു ചക്രീയ ചതുർഭുജമാണ്. നമുക്ക് തെളിയിക്കണം, ഒന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് isosceles trapezium also be a cyclic quadrilateral. Question ആണ് prove that an isosceles trapezium also be a cyclic quadrilateral. സമപാർശ്വ ലംബകം എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ചക്രീയ ചതുർഭുജമാണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു സമപാർശ്വ ലംബകം ഞാൻ വരച്ചു, പേര് കൊടുത്തു ABCD. സമപാർശ്വ ലംബകം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായിരിക്കും. അപ്പോൾ ഐസോസെലസ് ട്രപ്പീസിയം മീൻസ് സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമായിരിക്കും, അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായിരിക്കും. അപ്പൊ ഇവിടെ AB പാരലൽ CD, ABയും CDയും പാരലൽ ആണ്, മീൻസ് സമാന്തരമാണ്. അതുപോലെ AD is equal to BC, ADയും BCയും ഈക്വലുമാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ABCD എന്ന ഈ ഐസോസെലസ് ട്രപ്പീസിയം ആണ് നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്ത് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുമെന്ന്? സർക്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഡിയിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലർ വരച്ചു, സിയിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സർവസമ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡ്സിൽ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. അപ്പൊ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ എ, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ബി, അതായത് ഈ രണ്ട് ത്രികോണവും നമുക്ക് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. കോൺഗ്രുവന്റ് മീൻസ് അറിയാമല്ലോ. അപ്പൊ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിളായ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. 8ാം ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ അല്ലേ? അപ്പൊ
ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ ഇതില് ആംഗിൾ ഇവിടെ എയും ഈ ആംഗിൾ ബിയും എന്താണ് ഈക്വൽ ആണ് എന്ന് നമ്മൾ തെളിയിക്കാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. എങ്ങനെയാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഡി നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക, സി നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെ 2 ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ 2 ട്രയാങ്കിൾ നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി, കോൺഗ്രുയന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കട്ടെ, ആംഗിൾ എയും ആംഗിൾ ബിയും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി എ ബിയും സി ഡിയും പാരലൽ ആണല്ലോ അല്ലേ. 2 പാരലൽ ലൈനിനെ ഒരു ലൈൻ ട്രാൻസ്വേഴ്സ് ചെയ്താൽ, ട്രാൻസ്വേഴ്സ് ഛേദകം അല്ലേ, 2 സമാന്തര വരകളെ ഒരു ഛേദകം ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാവുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കില്ലേ അല്ലേ. 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ട്രാൻസ്വേഴ്സ് ചെയ്താൽ, 2 പാരലൽ ലൈനിനെ ഒരു ലൈൻ ട്രാൻസ്വേഴ്സ് ചെയ്താൽ കിട്ടുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. ദാറ്റ് മീൻസ് ബി സിയും എ ബിയും സി ഡിയും പാരലൽ, എ ഡി ആണ് ട്രാൻസ്വേഴ്സ്. അപ്പോൾ കിട്ടുന്ന കോ ഇന്റീരിയർ ആംഗിൾ ആണ് ആംഗിൾ എയും ആംഗിൾ ഡിയും അല്ലേ. അപ്പൊ ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം, 180 ആണ്. നമ്മൾ കുറച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ട്രാൻസ്വേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ആയിരിക്കും. അപ്പൊ ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180. നോക്ക്, ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി അല്ലേ. ആംഗിൾ എക്ക് തുല്യമാണ് ആംഗിൾ ബി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 എന്ന് കിട്ടി. ഈ എക്ക് തുല്യമാണല്ലോ ആംഗിൾ ബി. അപ്പൊ എ അങ്ങ് എടുത്തു മാറ്റി പകരം അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ബി ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore angle B plus angle D is equal to 180. Okay, angle A യും angle B യും തുല്യമാണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എത്രയാണ്, 180 ആണ്. നമുക്ക് എന്താ കാര്യം, കോ ഇന്റീരിയർ ആംഗിൾ സപ്ലിമെന്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ട്രാൻസ്വേഴ്സ് ചെയ്താൽ കിട്ടുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് എന്താണ്, സപ്ലിമെന്ററി ആണ്. ദാറ്റ് മീൻസ് അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര, 180. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആണ്. ആംഗിൾ എക്ക് തുല്യമാണ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ആംഗിളിനെ എ എടുത്ത് മാറ്റി അതിന് തുല്യമായിട്ടുള്ള ആംഗിൾ ബി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എങ്ങനെയാ മാറും, therefore angle B plus angle D is equal to 180. Angle B plus angle D, angle B യും angle D യും one pair of opposite angles അല്ലേ. അപ്പോൾ one pair of opposite angles ന്റെ സം എത്രയായി, 180 ആയി. Therefore another pair of opposite angles ന്റെ സം എന്താവും, 180 ആവും. Therefore angle A plus angle C എന്താവും, 180 ആവും. Therefore ABCD is a cyclic quadrilateral. അപ്പൊ ABCD എന്ന് പറയുന്ന ഈ എന്താണ്, ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ 4 വെർട്ടക്സിലൂടെയും പാസ് ചെയ്യുന്ന നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, സർക്കിൾ വരയ്ക്കാൻ പറ്റും എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ABCD ഇവിടെ ഇപ്പൊ എന്തായ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകും. മനസ്സിലായോ? അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടക്സിലൂടെയും പാസ് ചെയ്ത് നമുക്ക് എന്ത് വരയ്ക്കാൻ കഴിയണം, സർക്കിൾ വരയ്ക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ അതിന്റെ 1 pair of opposite angles സം എന്ത് വരണം, 180 എന്ന് വരണം അല്ലേ. 1 pair of opposite angles സം 180 ആണെങ്കിൽ another pair of opposite angles സമ്മും എന്താവും, 180 ആവും. ഇവിടെ ആംഗിൾ ഇപ്പൊ ഇവിടെ എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ, ഇതിന് ഐസോസെലസ് ട്രപ്പീസിയം മീൻസ് 1 pair of opposites പാരലൽ ആയിരിക്കണം. AB parallel CD, another pair of opposite sides ഈക്വൽ ആയിരിക്കണം. That means AD is equal to BC. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും ബിയും ആംഗിൾ എയും ആംഗിൾ ബിയും എന്തായിരിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് ഈക്വൽ ആയിക്കോളും. എങ്ങനെ ഈക്വൽ ആവും, ഡി എന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ വെച്ച് സി എന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ 2 ട്രയാങ്കിൾ നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും, കോൺഗ്രുയന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെ കോൺഗ്രുയന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ ഈക്വൽ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ആയ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണെന്ന് കിട്ടും. പിന്നെ നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടുമ്പോൾ എത്രയാണെന്ന് നമുക്കറിയാം, 180 ആണെന്ന് അറിയാം. കാര്യം എന്താണ്, 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ട്രാൻസ്വേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180. ആംഗിൾ എക്ക് തുല്യം പകരം നമുക്ക് ആംഗിൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്താവും, 180 ആവും. അപ്പൊ ബി പ്ലസ് ഡി മീൻസ് ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന് സം 180 ആയി. Therefore another pair of opposite angles ന്റെ സം എന്താവും, 180 ആവും. Therefore ABCD is a
സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതാണ് ABCD ഒരു ചക്രീയ ചതുർഭുജം ആണ്. That means isosceles trapezium. Isosceles trapezium also be a cyclic quadrilateral. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.